ആലപ്പുഴയിൽ ഗുരുതര ശാരീരിക വ്യതിയാനങ്ങളോടെ ജനിച്ച കുഞ്ഞിന്റെ ആരോഗ്യനില അതീവ ഗുരുതരം. ഇന്നലെ മുതൽ കുഞ്ഞ് കണ്ണ് തുറന്നിട്ടില്ലെന്ന പിതാവ് അനീഷ് മുഹമ്മദ്. വിദഗ്ധ സമിതി അന്വേഷണത്തിൽ തുടർ നടപടിയുണ്ടായില്ല. അന്വേഷണം അട്ടിമറിച്ചെന്നും കുഞ്ഞിന്റെ പിതാവ് പറഞ്ഞു. ജോസാർ എന്നോട് സംസാരിച്ച് എന്നോട് പറഞ്ഞ് അതീവ ഗുരുതര അവസ്ഥയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്ത് സംഭവിക്കും എന്നുള്ളത് പറയാൻ പറ്റത്തില്ല. അത്ര മോശം അവസ്ഥയാണ്. കുഞ്ഞ് ഉറങ്ങുന്ന സമയത്ത് കുഞ്ഞിന് കരച്ചിലില്ല. കുഞ്ഞ് ഉണർന്നിരിക്കുമ്പോഴത്തേക്ക് കരയും. അപ്പം നമ്മൾ ഓർത്ത് ഉറങ്ങുകയാണെന്നാണ് നമ്മൾ ഓർത്തിരുന്നത്. അപ്പോൾ ഇന്ന് രാവിലെയാണ് കുഞ്ഞിൻ്റെ കാലിനും കൈക്കും ചെറിയൊരു തളർച്ച പോലെ തോന്നിയത്. ഉടനെ തന്നെ ആശുപത്രി കൊണ്ടുവരികയും ചെയ്തു. ഈ വാർത്തകൾ ഇത്രയും ജനങ്ങൾ കേൾക്കുന്നുണ്ട്. ഒരു മാസത്തിൽ ഞങ്ങൾ എത്ര പ്രാവശ്യം ആശുപത്രി കയറി ഇറങ്ങുന്നുണ്ട്. എനിക്കിതുവരെ ജോലിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഞാൻ സൂപ്രണ്ടിനെ വിളിച്ച് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് പൈസ എന്തെങ്കിലും വേണമെങ്കിൽ അപേക്ഷ കൊടുക്കാനാണ് പുള്ളിക്കാരി എന്നോട് പറഞ്ഞു. മരിച്ചു പോകും എന്നുള്ളൊരു സാഹചര്യത്തിലാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് എഴുതി വാങ്ങിച്ചിരിക്കുന്നത്. അത് മുന്നോട്ട് പോകണോ വേണ്ടോ എന്നുള്ളതിനെ കുറിച്ച് കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഞാൻ. കാര്യം കണ്ടില്ലായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഈ കുഞ്ഞിനെ ഇത്രയെല്ലാം ആയിട്ട് സർക്കാർ വളരെ കൂടുതൽ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും മനീഷ് ഏഷ്യ മാത്യു ഉണ്ട്. മനീഷ്, വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നത്. മാത്രമല്ല, ചികിത്സ ഉറപ്പാക്കുമെന്ന് നിരവധി തവണ ആരോഗ്യവകുപ്പ് മന്ത്രിയൊക്കെ ഉറപ്പ് നൽകിയതാണ്. എന്നിട്ടും ഇപ്പോഴും ഈ അവഗണന തുടരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഗൗതം, ആദ്യം മുതൽക്കേ തന്നെ കുഞ്ഞിന്റെ പിതാവ് പറയുന്നതാണ് ഇപ്പോഴും അദ്ദേഹം ആവർത്തിക്കുന്നത്. ഈ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുന്നതല്ലാതെ കൃത്യമായ രീതിയിൽ അതിന്റെ വേണ്ട നടപടിക്രമങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ സർക്കാരിന് സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം ആദ്യത്തെ കൊടുക്കുന്ന ആരോപണം. അത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. വിദഗ്ധ സമിതിയുടെ ചികിത്സാ രേഖകളൊന്നും തന്നെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചികിത്സകളൊന്നും തന്നെ കുഞ്ഞിന് ലഭിച്ചില്ല എന്നുള്ളതാണ് അദ്ദേഹം പ്രധാനമായിട്ടും പങ്കുവയ്ക്കുന്ന പരാതി. ഇതിനോട് ചേർത്ത് പറയുന്ന മറ്റൊരു കാര്യം, ഈ മെഡിക്കൽ ടീം ഇതുമായി ബന്ധപ്പെട്ട് കുഞ്ഞിന്റെ നിലവിൽ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ ടീമിനെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അവർ പറയുന്നത് 72 മണിക്കൂറിന് ശേഷമേ എന്തെങ്കിലും കാര്യങ്ങൾ വ്യക്തമായി പറയാൻ കഴിയും എന്നുള്ളതാണ്. കുഞ്ഞിന്റെ നില അതീവ ഗുരുതരമായിട്ട് തന്നെയാണ് തുടരുന്നത്. നിലവിൽ കുഞ്ഞ് ഇപ്പോഴും വെന്റിലേറ്ററിലാണ് കഴിയുന്നത്. എന്നാലും ഈ 72 മണിക്കൂറിന് ശേഷം മാത്രമേ കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം നൽകാൻ കഴിയുള്ളൂ. എന്തായാലും ഈ ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ട് ഒരു മെഡിക്കൽ ടീമിനെ രൂപീകരിച്ചിട്ടുണ്ട്. അവരുടെ മേൽനോട്ടത്തിലാണ് നിലവിൽ ഇപ്പോൾ ചികിത്സ പുരോഗമിക്കുന്നത്. അപ്പോഴും വിദഗ്ധ സമിതി പറഞ്ഞ, അല്ലെങ്കിൽ അത്തരത്തിൽ കൃത്യമായി നടപ്പാക്കുമെന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്ന ചികിത്സ കുഞ്ഞിന് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പിതാവ് മുമ്പോട്ട് വെക്കുന്ന പരാതി. ഗൗതം, ശരി, മനീഷാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ.